ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അവർ ചെയ്ത കുറ്റം എന്ന ഛത്തീസ് ഗവൺമെൻറ് ആരോപിക്കുന്ന കുറ്റം അവർ മനുഷ്യക്കടത്ത് നടത്തി, മതപരിവർത്തനം നടത്തി എന്നൊക്കെയാണ്. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഇടവാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ താമസിക്കുന്ന സിസ്റ്റർ പ്രീതി മേരി എന്നീ 2 പേരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയും സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടിയും വിവാഹം വേണ്ടെന്ന് വെച്ച് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത്. അവരെയാണിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ചില സംഭവങ്ങൾ ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും വെവ്വേറെയായി പ്രതിഷേധ ധർണകളൊക്കെ പാർലമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നടത്തി. അതുപോലെ തന്നെ വി ഡി സതീശൻ, സണ്ണി ജോസഫ്, ഈഡൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ടെലിവിഷൻ ചാനലുകളും ഒക്കെ തന്നെ അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് BJPയോടാണ്. ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആ സംഭവത്തിൻ്റെ നിജസ്ഥയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ മനുഷ്യക്കടത്ത് നടത്തിയെന്നും മതപരിവർത്തനം നടത്തിയെന്നും ഒക്കെയാണ് അവരെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായി തോന്നുന്ന ഒരു വസ്തുത, BJP അവകാശപ്പെടുന്നത് ഒരു മതേതര കക്ഷി എന്ന നിലയിലാണ്. അത് അതേപടി അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. മതേതര കക്ഷിയാണെന്ന് അവകാശപ്പെട്ടാലൊക്കെ മതേതര കക്ഷിയാണ്. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും അവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കാനും ഒക്കെ അവസരമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പറയുന്നുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴും BJPയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു സംശയം ജനിക്കുകയാണ്. ഞാൻ വിദേശ യാത്രകളിൽ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. വിദേശത്ത് പോയപ്പോൾ കണ്ട വിദേശത്തെ യാത്രയെക്കുറിച്ച് പറയാനല്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഈ അടുത്ത നാളിൽ പണികഴിപ്പിച്ചത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ചിക്കാഗോയിൽ ഒരു ഹനുമാൻ ടെമ്പിളുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് അമേരിക്ക എന്ന് പറയുന്ന ഈ പ്രൊട്ടസ്റ്റൻ്റ് ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് എന്തിനാണൊരു ഹിന്ദു ക്ഷേത്രം എന്നൊന്നും തോന്നിയില്ല. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ദൈവങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മയാണ് നമുക്ക് ആ ക്ഷേത്രത്തിന് മുമ്പിൽ വരുമ്പോൾ തോന്നുന്നത്. ഇന്ത്യ 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 ഇന്ത്യയുടെ ഒരു ആരാധനാലയം എന്നൊരു അതിയായൊരു സന്തോഷമാണ് നമുക്കുണ്ടായത്. അതല്ലാതെ ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണല്ലോ, ഇത് ഇവിടെ കൊണ്ട് എന്തിനു വെച്ചു എന്നൊരു തോന്നലല്ല ഉണ്ടായത്. ചിക്കാഗോയിലെ കിഴക്കിടത്തെ പാസ്റ്റർ ജോസഫ് കെ ജോസഫാണ് എന്നെ അവിടെ കൊണ്ടുപോയി ക്ഷേത്രം കാണിച്ചത്. അന്ന് അവധിയായതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. ഒരു ഹനുമാൻ ടെമ്പിളാണ്. അതിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോന്നു. UAE ക്ഷേത്രമുള്ളതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ കിഴക്കൻ രാജ്യങ്ങളിൽ, തായ്ലൻഡിലുമൊക്കെ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ, ഹിന്ദുക്കളായ ഭരണാധികാരികളാണ് ആ രാജ്യത്തൊക്കെ ഭരണം നടത്തുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അവരെല്ലാവരും. ധാരാളം ആളുകൾ ഈ സിംഗപ്പൂരിൽ തന്നെ ഭരണാധികാരികളായി ഇന്ത്യക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോഴും പല രാജ്യങ്ങളുണ്ട്. അമേരിക്കയിലാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യൻ വംശജരായ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, നല്ല വലിയ പോസ്റ്റുകളിൽ. അവരെല്ലാം ഹിന്ദുക്കളാണ്. കൂടുതലും ഗുജറാത്തികളൊക്കെയാണ്. ഗുജറാത്തികളും ഹൈദരാബാദുകാരും തമിഴ്നാടുകാരും ഒക്കെയാണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ പ്രമുഖരായ വ്യക്തികൾ.
ഇവിടെ ഒന്നും തന്നെ ഒരു ജാതി വിവേചനമോ രാഷ്ട്രത്തിൻ്റെ മതം പറഞ്ഞൊരു വിവേചനമോ ഒന്നും കാണുകയോ എഴുതുകയോ ചെയ്യുകയോ ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മതവിദ്വേഷം പുലർത്തുന്ന ഒരു രാജ്യം ആയി ഇന്ത്യ മാറുന്നത്? പേര് മതേതരത്വം ഉള്ള രാജ്യം, പക്ഷേ അത് പ്രവൃത്തിയിൽ വിദ്വേഷമുള്ള രാജ്യമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. BJP ഒരു മതേതര കക്ഷിയാണെന്ന് അവർ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്കൊരു മടിയുമില്ല. പക്ഷേ ഈ ജാർഖണ്ഡിലും UP യിലുമൊക്കെ ഈ അടുത്ത നാളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങൾ എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. UP യിൽ തന്നെ കഴിഞ്ഞിടയ്ക്ക് പെന്തക്കോസ്ത് പാസ്റ്റർമാരെ പലരെ മർദ്ദനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്, പലയിടത്തും ഹോളുകൾ തകർത്തിട്ടുണ്ട്, പലരും കേസിൽ അകപ്പെട്ട് ഇതുപോലെ തന്നെ ജയിലിൽ കിടന്നിട്ടുണ്ട്. എല്ലാവരുടെയും മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റം മതപരിവർത്തനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 2.5% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ 146 കോടി ജനങ്ങളായി മാറി ഇന്ത്യ ജനസംഖ്യയിൽ വൻ പുരോഗതി നേടി നിൽക്കുമ്പോൾ എത്ര ശതമാനം കാണണം? വാസ്തവത്തിൽ 2% തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ടോ എന്ന് സംശയമാണ്. ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വളരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ അത് വളർന്ന് ഹിന്ദുവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള ആശങ്കയും പ്രചരണമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നത്. വാസ്തവത്തിൽ ബാലിശമായ ചിന്തകളാണിതെല്ലാം. ലോകരാജ്യത്തിലെ എല്ലാ രാജ്യങ്ങളിലും കീ പൊസിഷനുകളിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കളായ വലിയ രാഷ്ട്രീയ നേതാക്കൾ വിരാജിക്കുമ്പോൾ, അവിടെ അമ്പലങ്ങൾ പണിയാൻ തടസ്സമില്ലാതിരിക്കുമ്പോൾ, നീ എന്തിനോട് അമ്പലം പണിത്, നീ ഒരു ഹിന്ദുവാണെന്ന് ആരും വന്ന് നമ്മൾ ചോദിക്കാതിരിക്കുമ്പോൾ, ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ മേൽ ഇങ്ങനെ ഒരു അധിക്ഷേപം നടത്തുന്നതെന്ന് BJPയുടെ മാന്യ വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വസ്തുത 1-2 കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞതങ്ങ് അവസാനിപ്പിക്കാം. മനസ്സിൻ്റെ വിഷമം കൊണ്ടും BJP ഒരു മൃദു സമീപനം സ്വീകരിച്ച് നിശബ്ദത പാലിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏത് പ്രശ്നം എവിടെ ഉണ്ടായാലും കേരളത്തിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ BJP ഒരു അക്ഷരം മിണ്ടുകയില്ല. ഇതിനെ അപലപിക്കണ്ടേ? അണികൾ ചെയ്തത് തെറ്റിപ്പോയി, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ, അതിൽ നിന്ന് പിന്മാറ്റിക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ അവർ ഈ സംഭവങ്ങളെ കണ്ടച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ന്യൂനപക്ഷ പ്രേമം പ്രകടിപ്പിക്കുകയും എല്ലാ ക്രിസ്ത്യൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് വിരോധാഭാസമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. RSS എന്ന് പറയുന്ന സംഘടന ഒരു മോശം സംഘടനയാണെന്നൊരു അഭിപ്രായമൊന്നും ഇവിടെ ആർക്കുമില്ല. 1925 സെപ്റ്റംബർ 27 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സംഘടന തന്നെയാണ് RSS, അതിലൊന്നൊരു സംശയമില്ല. കേശവ് ബാലിറാം ഹെഡ്ഗേവാർ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ചാരിറ്റി വർക്കുകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ച് അവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള സുവിശേഷ ക്രൈസ്തവ വിധ്വംസക പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നു എന്നൊരു ചിന്ത നമ്മളെ വല്ലാതെ ഭരിക്കുകയാണ്. നമ്മുടെ ആളുകൾ, BJP സുഹൃത്തുക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ സുവിശേഷകന്മാരും എല്ലാ ആളുകളും അവരുടെ കൺവെൻഷൻ യോഗങ്ങളിലും രാത്രി പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നൊരു വാക്കുണ്ട്: ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ, പ്രധാനമന്ത്രിയായിരിക്കുന്ന മോഡിജി അനുഗ്രഹിക്കണമേ, നന്നായിട്ട് നല്ല ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിവെടുക്കണമേ എന്ന് പറഞ്ഞ് രാജാക്കന്മാർക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ബൈബിൾ ആഹ്വാനത്തെ ചെവി കൊണ്ടിട്ട് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടാളുകളാണ് ഈ ക്രൈസ്തവർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്കിത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷേ ശ്രീധരൻപിള്ളയ്ക്ക് ഇതറിയാം ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടുത്തെ BJP നേതാക്കളായ സുരേന്ദ്രനോ അതല്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ മുമ്പിരുന്ന മുരളീധരൻ ഇവരാരും തന്നെ ന്യൂനപക്ഷങ്ങളോട് എതിർപ്പുള്ളവരാണെന്നൊരു തോന്നലൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. ന്യൂനപക്ഷങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ. പക്ഷേ കേരളത്തിലൊരു സംഭവം നടക്കുമ്പോഴും ഇവർ മിണ്ടുന്നില്ല, അണികളെ ശാസിക്കുന്നില്ല, അവരെ ശിക്ഷിക്കുന്നില്ല, അവരോട് അരുതെന്ന് പറയുന്നില്ല, അവരെ പുറത്താക്കണ്ട, പക്ഷേ ഇനിമേലാൽ ഇത് ആവർത്തിക്കുമെന്ന് പറയാനുള്ള ഒരു മര്യാദ പോലും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്കൊരു സംശയം ജനിക്കുന്നത്. സാധാരണ പാർട്ടി നയങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി അണികൾ പ്രവർത്തിക്കുമ്പോൾ അവരെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യാറുണ്ട്, ശാസിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, അവരെ പാർട്ടിയിൽ നിന്ന് കുറച്ചു നാളത്തേക്കെങ്കിലും മാറ്റി നിർത്താറുണ്ട്.
ഇതൊന്നും തന്നെ BJP ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നിശബ്ദമായ ഒരു അനുകൂലമായ ഒരു നിശബ്ദത പാലിക്കുമ്പോൾ ഇത് ചെയ്യുന്നതിനെല്ലാം അനുകൂലിക്കുകയാണോ എന്നൊരു ശങ്കയാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്, ഈ BJP ഗവൺമെൻറ് ന്യൂനപക്ഷ സമൂഹങ്ങളോട് ഇപ്പോൾ കാണിക്കുന്ന ഈ രീതികളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ശ്രീറാം സേൻസിനെ മക്കളെ കൊന്ന കഥ എത്ര ഭീകരമായൊരു രംഗമാണ് നമ്മുടെ മുമ്പിൽ ഇന്നും അത് നിൽക്കുന്നത്. ഇനിയും അങ്ങനെ സംഭവം ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ ബജറംഗ് ദൾ ഗ്രൂപ്പിനെയും അതുപോലെ സംഘപരിവാർ ആ ഗ്രൂപ്പിനെയും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ന്യൂനപക്ഷങ്ങളോട് വിദ്വേഷം പാടില്ലെന്നും അവരെ തല്ലരുതെന്നും കൊല്ലരുതെന്നും അവരെ വെട്ടരുതെന്നും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവരെ കൂടെ ചേർത്തണച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് BJPയുടെ ദേശീയ സംസ്ഥാന ഘടകങ്ങൾ മാറണമെന്നാണ് എനിക്ക് സമയം നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ ഓർക്കണം, കേരളത്തിൽ ഒരു 40% ന്യൂനപക്ഷ സമൂഹങ്ങളുണ്ട് എന്നറിഞ്ഞിരിക്കണം. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പിന്തുണ ആർജിക്കാതെ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാനോ ഭരണത്തിൽ വരുവാനോ കുറച്ച് MLA-മാരെ സൃഷ്ടിച്ചെടുക്കാനോ സാധ്യമല്ല എന്നുകൂടെ അറിഞ്ഞിരിക്കണം. ഒരു രാജഗോപാൽ ജയിച്ചതുകൊണ്ടോ ഒരു സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ടോ BJP കേരളത്തിൽ ശക്തി ആർജിച്ചു എന്നൊന്നും ധരിക്കരുത്. എത്രയോ വർഷങ്ങളായി പോരാട്ടം നിങ്ങൾ നടത്തുന്നു, എത്ര നാളുകളായി ചെയ്യുന്നു. ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. ചെങ്ങന്നൂരിൽ ബൈ ഇലക്ഷൻ നടന്ന ഒരു സമയത്ത് അവിടെ പെന്തിക്കോസ്ത് പാസ്റ്റർമാരും അച്ഛന്മാരും അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ മുൻ അംഗം ജോൺ ജോസഫ് ഉൾപ്പെടെ ആളുകൾ പോയി തമ്പടിച്ച് അവിടുന്ന് ശ്രീധരൻ പിള്ളയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത കഥ എനിക്കറിയാം. ഞങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് പത്രങ്ങളിലൊക്കെ. അങ്ങനെ എപ്പോഴും BJPയോട് ഒട്ടി നിൽക്കാൻ തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. BJPയോട് എതിർക്കാനോ പോരാടിക്കാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ് BJPയുടെ നേതാക്കൾ. അതിലാണ് എല്ലാവർക്കും ആശങ്കയുള്ളത്. അവരെ പറഞ്ഞ് വിലക്കാനും ഇനി ഇത് ആവർത്തിക്കരുത് പറയാനും അവരെ ശിക്ഷിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ BJPയോട് ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് അടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ടുവരുന്നത്. അച്ഛന്മാരൊക്കെ എത്രയോ ആളുകൾ BJP നേതാക്കന്മാർ ഫ്രണ്ട്ഷിപ്പുണ്ട്, എത്രയോ ചർച്ചകൾ നടത്തി, അവിടെ എത്രയോ മീറ്റിങ്ങുകളിൽ നിങ്ങൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാ സമ്മേളനങ്ങളും പങ്കെടുക്കില്ല. നമ്മുടെ ഇന്ത്യക്കാരില്ലേ ഒരു മതത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അണികളെ വിലക്കി നിർത്താനുള്ള ബാധ്യത BJPക്കുണ്ട് എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഈ കന്യാസ്ത്രീകൾ റിമാൻഡിൽ കിടക്കണം, നാളെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. UP-യിലും ജാർഖണ്ഡിലും കുറേ നാളുകളായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെയും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അടികൾ, മർദ്ദനങ്ങൾ, റോഡൊക്കെ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചുമ്മാ അടിക്കുകയാണ്, വെറുതെ ഇട്ട് തല്ലിച്ചതയ്ക്കുകയാണ് വഴിയിലിട്ട്. അത് മാറ്റിയെടുക്കാനും ന്യൂനപക്ഷങ്ങൾ BJPയുടെ അടുക്കുവാനുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ട നടപടികൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. യാതൊരു കാരണവശാലും ഇത് ആവർത്തിക്കരുത്. വളരെ ദുഃഖകരമെന്ന് മാത്രമേ പറയാനുള്ളൂ. ലോകത്തിലെ ഒരു രാജ്യങ്ങളിലും ഹിന്ദു എന്ന് പറഞ്ഞ് ഭാരതീയ ജനസമൂഹത്തെ പീഡിപ്പിച്ചതായ ഒരു ചരിത്രവും നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വളരെ അന്തസ്സായിട്ട് ആ രാജ്യത്തുള്ള പൗരന്മാരെക്കാൾ അന്തസ്സായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളായ രാഷ്ട്രീയ നേതാക്കൾ അവിടെ തലയുയർത്തി നിൽക്കുന്നത്. വലിയ കീ പോസ്റ്റുകൾ അവർ വഹിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നാറുള്ളത്. BJPയുടെ ഈ മിണ്ടാതിരിക്കൽ നയം മാറ്റി അണികളെ ശാസിച്ച് നിർത്തിയിട്ട് ന്യൂനപക്ഷ പ്രേമം യഥാർത്ഥത്തിലുള്ളതാണെന്ന് പ്രകടമാക്കുവാൻ അതിനനുസരിച്ചുള്ള നടപടികൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയുവാനുള്ളത്.